ഇതിനെന്തിനും പ്രതിവിധി? ഇല്ലങ്കോടത്തൊരു തിരുമേനിയുണ്ട്. അദ്ദേഹത്തെ പോയി ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ശരി തിരുമേനി, അതുവരെ എല്ലാ കാര്യങ്ങളും താൻ നിരീക്ഷിക്കണം. തീർച്ചയായും. എന്റെ അവിയല് ഇല്ലില്ല, നീ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചോ. എടാ, നിനക്ക് നിന്റെ ഇലയില് കൈയിട്ടാ പോരെ, എന്തിനാ എന്റെ ഇലയില് കൈയിടണേ? ഞാൻ തിന്ന് ഞാൻ സമ്മതിക്കൂല. അയ്യോ, കച്ചറ പിള്ളേരെ കൊണ്ടുവന്ന കേറ്റ്. രണ്ടുപേരെ അടി ഉണ്ടാക്കല്ലേ, കുറച്ച് ഇങ്ങോട്ടേക്ക് വിളമ്പൂ. നീ ഇതെപ്പോ കയറിയിരുന്ന്? ഞങ്ങള് ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളെ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് ചോറ് വിളമ്പോ? ഓ, ഇതേ ചക്ക മോനാണെന്നൊന്നും നോക്കുള്ളൂ, ഞാൻ പട്ടെടുത്ത് അടിക്കും. മരിക്ക് പോയി ചോറ് വിളമ്പടാ. എന്തൊരു തന്തയാണ് ഒരു തന്ത. എന്തെന്റെ കുരുട്ടെ? എനിക്ക് പപ്പടം വേണം. ഓ ആദി, എന്താടാ? നീ അടുക്കളയിൽ പോട്ടാ പപ്പടം എടുത്തോണ്ടാന്നേ. ആ, സൂക്ഷിച്ചൊന്നും നടക്കണ്ട പെണ്ണെ, ഇല്ലെങ്കിൽ വീണേനായിരുന്നല്ലോ. ഞാനുള്ളത് കൊണ്ട് ഇപ്പൊ പേടിക്കാൻ പറ്റി. ഞാനെങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിലത്ത് വീഴില്ലായിരുന്നോ? ഇനി വീഴാൻ പോകുമ്പോ ആദ്യമായിട്ടാന്ന് വിളിച്ചാ മതി, ആദ്യം അവിടെ ഉണ്ടാവും. എന്താടാ അത്? പപ്പടക്കാൻ പോയപ്പോ ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടിയതാടാ. ആ, എന്താണ്? ഇന്നാ കുരുട്ടെ കേറ്റ്. പൊട്ടിയ പപ്പടം, എനിക്ക് വട്ടത്തിലുള്ള പപ്പടം വേണം. എടാ, നീ ഇത് വട്ടത്തിൽ തന്നെ വയ കേറ്റൂലല്ലോ, ഇത് പൊടിച്ചിട്ടല്ലേ കേറ്റു. അങ്ങനെ തിന്നാ മതി. പറ്റൂല, എനിക്ക് വട്ടത്തിൽ തന്നെ വേണം. ആ, വട്ടത്തിൽ തരാം. ഈ വട്ടത്തിൽ തന്നെ നീ തിന്നണം കേട്ടോ. വട്ടത്തിൽ തിന്നണോ നീളത്തിൽ തിന്നണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഈ കുരിപ്പിനെ ഞാനിന്ന് എണ്ണിക്കഴിഞ്ഞോ? എന്ത്? അല്ല, ഈ വള എണ്ണിക്കഴിഞ്ഞു. കുറെ നേരം വള എണ്ണുന്നു. സോറി ബാസുരി, എനിക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ല കേട്ടോ. നിനക്കറിയാലോ, നമ്മുടെ വിവാഹം നമ്മുടെ കുടുംബക്കാരാണ് ഉറപ്പിച്ചിട്ടത്. അത് നമുക്ക് ചെറിയ പ്രായമുള്ളപ്പോ. ആൻഡ് ഞാൻ കുഞ്ഞുനാളിൽ മുതൽ പുറത്ത് വളർന്ന് പഠിച്ചൊരു പയ്യനാണ്. അവിടെ വെച്ച് തന്നെ അമ്മ എനിക്കൊരു വാണിംഗ് തരാറുണ്ട്. നിന്നെ കാത്ത് കേരളത്തിലൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെയുള്ള ഒരു പെൺകുട്ടിയിലും നീ വീണു പോകരുതെന്ന്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളായിട്ട് എനിക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് അവരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. എങ്കിലും നല്ലൊരു ഭർത്താവാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ തന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നീ ഒന്ന് മുന്നോട്ട് ചിന്തിക്കണം. എനിക്ക് നീ ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫായി ജീവിക്കണമെന്നില്ല. നിനക്ക് കരിയർ വേണം, ഫ്രീഡം വേണം. ഈ താലിയും സിന്ദൂരം എല്ലാം അവിടെ അത്ര പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഈ താലി ഇടുന്നതും സിന്ദൂരം തൊടുന്നതും അതൊന്നും അവിടെ വേണ്ട. ആരോഷേട്ട, പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്നതല്ല വിഷയം, ഇതെന്റെ വിശ്വാസമാണ്. ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയത് ഒരു അലങ്കാരമല്ല, എന്റെ വിവാഹത്തിന്റെ ആത്മാവാണ്. ഞാൻ നിന്നെ നിയന്ത്രിക്കാനല്ല പറഞ്ഞത്. നീ സിംബൽസിൽ ഒതുങ്ങി പോകരുത്, അതാണ് എന്റെ പേടി. നിനക്ക് സ്വന്തം ഐഡന്റിറ്റി വേണം. ആരേഷേട്ട, താലി കെട്ടുന്നതിലോ അല്ലെങ്കിൽ സിന്ദൂരം തൊടുന്നതിലോ നമ്മുടെ ഐഡന്റിറ്റി പോകുന്നില്ല. താലിയുടെ മൂല്യം അത് വലുതാണ്. താലി ഒരു ആഭരണമല്ല, കഴുത്തിൽ കെട്ടുന്ന സ്വർണമല്ല അതിന്റെ വില. ഒരു സ്ത്രീയുടെ വിശ്വാസമാണ്. അവൾ ഒരു ബന്ധത്തിലേക്ക് കിടക്കുമ്പോൾ ഹൃദയം മുഴുവനും നൽകി സ്വീകരിക്കുന്ന ഉത്തരവാദിത്വം. താലി കെട്ടുന്ന ദിവസം അവളുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല, അവയ്ക്കൊരു അർത്ഥം തുടങ്ങുകയാണ്. അവൾ അയാളുടെ ഭാര്യയാകുമ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല, അത് കൂടുതൽ ശക്തമാകുന്നു. താലിയുടെ മൂല്യം പാരമ്പര്യത്തിൽ തുടങ്ങുന്നതല്ല, സ്നേഹത്തിലും വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലുമാണ്. അത് ധരിക്കുന്നവൾ പിന്നോട്ട് നോക്കുന്നവളല്ല, പേരുകൾ മറക്കാതെ മുന്നോട്ട് നടക്കുന്നവളാണ്. പിന്നെ സിന്ദൂരത്തെക്കുറിച്ച് പറഞ്ഞാൽ, സിന്ദൂരം ഒരു നിറമല്ല, നെറ്റിയിൽ തൊടുന്ന ചുവപ്പല്ല അതിൻ്റെ അർത്ഥം. അതൊരു സ്ത്രീ ഒരു ബന്ധത്തെ ആത്മാവോടെ സ്വീകരിക്കുന്ന നിശബ്ദമായ സമ്മതമാണ്. സിന്ദൂരം അവളെ ചങ്ങലകളിൽ പൂട്ടുന്നില്ല, അത് അവളുടെ സ്നേഹത്തെ ലോകത്തോട് പറയുന്ന ഒരു അടയാളമാണ്. ഞാൻ ആരുടെയെങ്കിലും ഭാര്യയാണ് എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ്. സിന്ദൂരത്തിന്റെ മൂല്യം കാലത്തിനോട് പോരാടുന്നതല്ല, കാലത്തോടൊപ്പം നടക്കുന്നതാണ്. മോഡേൺ ലോകത്ത് പോലും അതിന്റെ അർത്ഥം പഴകുന്നില്ല, കാരണം അത് ഫാഷൻ അല്ല, ഭാവനയാണ്. ഔട്ട് ഓഫ് വേർഡ്സ് ബാസുരി, ഇതിനെല്ലാം നീ ഇത്രയും മൂല്യം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേസ്, നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സന്തോഷങ്ങളും ഞാനായിട്ട് തകർക്കുന്നില്ല. അമേരിക്കയിലേക്ക് പോകുമ്പോൾ നിന്റെ താലിയും സിന്ദൂരവും നിന്നോടൊപ്പം തന്നെ കാണും. അത് ഞാൻ അംഗീകരിക്കുന്നു മനസ്സോടെ.
ഓ എന്റെ മോനെ തല മാറ്റ്, കാണുന്നില്ല. ആനേ മാറി നിൽക്കടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടെ. അതെ, അവർക്ക് ഇഷ്ടായി കാണൂലേ? പതുക്കെ പറ, നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത് അവരറിയാൻ പാടില്ല. ആ, അവർക്ക് ഇഷ്ടായി കാണൂലേ? കാണും കാണും, ആ ചിരി കണ്ടില്ലേ? ആരുമായിട്ടൊരു റൊമാൻസ് വരുന്നടാ. അല്ലടാ, കാർത്തിയും ചാരൻ എന്തേ? അയ്യോ എന്റെ അണ്ടി കാണുന്നില്ല. തുണി പൊക്കി നോക്കടാ, അപ്പ കാണും. എവിടെ നോക്കട്ടെ? അശ്ശേ, ഈ ചക്കര എന്താണ് ഇങ്ങനെ? കുരുട്ട്, ഞാൻ അതല്ല പറഞ്ഞത്. ഈ പായസത്തിൽ കിടന്ന 4 അണ്ടി ഉണ്ടായിരുന്നു. ആ അണ്ടിപ്പരിപ്പ് ആരെടുത്തുണ്ടോയേ? എടെ ഇത് ഇതുവരെ തീർന്നില്ലേ? അതെങ്ങനെ തീരാനാ? ഞാൻ എന്തെടുത്താലും അപ്പൊ അതിന് അവകാശികൾ ഉണ്ടാവും. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാലേ, എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാലേ ആടാ ആണ്. എന്റെ അണ്ടി എടുത്തോണ്ട് പോയി, അശ്ശേ എന്റെ കശവണ്ടി എടുത്തോണ്ട് പോയി, എന്റെ അവിലെടുത്തോണ്ട് പോയി, അതുകൊണ്ട് എന്റെ സദ്യയിലുണ്ടായിരുന്ന ചിപ്സ് എടുത്തോണ്ട് എല്ലാം നീ എല്ലാം എടുത്തോണ്ട് പോയത്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രമേശ് വർമ്മയുടെയും സുരേഷ് വർമ്മയുടെയും മക്കൾ ഇവിടെ തല്ലുപിടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ രണ്ടിടത്തിനും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതാണ്. രാമ, അച്ഛൻ എന്തേ? ആ ജയേട്ടാ, അച്ഛൻ തിരുമേനിനെ കാണാൻ പോയതാ. കുറച്ചു നേരം കഴിയുമ്പോ എത്തും. ആ, സദ്യ കഴിച്ചിട്ടാണോ പോയത്? ആ, കഴിച്ചിട്ടാ പോയേ. കുഞ്ഞോളെ. ആ ചേച്ചി, എന്തായി വിഷമിച്ചിരിക്കുന്നേ? ഹേ, ഒന്നുമില്ല. നീ എന്നോട് കള്ളം പറഞ്ഞ ഈ കുഞ്ഞേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? കാരണം നീ കുഞ്ഞേച്ചിയുടെ മോളല്ലേ. കുഞ്ഞേച്ചി, എന്റെ കുട്ടി വിഷമിക്കരുത്. ചേച്ചി പോയാലും അമ്മയെ നല്ലോണം നോക്കണം. നമുക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം കേട്ടോ. അത് പറയണോ ചേച്ചി? ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. പക്ഷെ ഞാൻ ചേച്ചിയെ മിസ് ചെയ്യും. അത് ഞാനും മിസ് ചെയ്യും കുഞ്ഞോളെ. നീ ഇല്ലാത്ത ജീവിതം എങ്ങനെയാന്ന് ചിന്തിക്കാൻ കൂടി ഈ ചേച്ചിക്ക് കഴിയുന്നില്ല. ചേച്ചി വിഷമിക്കാതിരുന്ന്. ചേച്ചി കരയില്ല കേട്ടോ, ഞാനും കരയുന്നില്ല. നമ്മൾ എപ്പോഴൊക്കെ മിസ് ചെയ്താലും നമുക്ക് ഓളെയും. ഓക്കെ, തീർച്ചയായും. അല്ല, എങ്ങനെയാണ്? സാധനം എടുക്കട്ടെ? ആ, എടുക്കെടുക്ക്. അച്ഛ, പിള്ളേര് 2 കുപ്പി ചോദിച്ചിരുന്നു. അവരെങ്ങനെ കുടിക്കാറെന്നല്ല, ഇടയ്ക്കൊക്കെ അല്ലേ ഈ സന്തോഷമുള്ളൂ. അപ്പൊ ഞാൻ കരുതി കൊടുക്കാന്ന്. അച്ഛനൊന്ന് സമ്മതിച്ചാ അവർക്ക് കൊടുക്കായിരുന്നു. 2 അതുകൊണ്ട് കൊടുത്തോ? അല്ല, എന്റേതെന്തേ? അച്ഛന്റെ സ്പെഷ്യൽ സാധനല്ലേ, ഞാൻ ആരാ പോന്ന വിചാരിക്കുന്നേ? അച്ഛാ, അതിന് നല്ല വീര്യം കൂടിയതാണ്. പിള്ളേർ കുടിക്കാൻ പാടില്ല, ആരും തൊടാൻ പാടില്ല എന്നത് കൊണ്ട് ഞാനത് കരിക്ക് വേണ്ടിട്ട് അതിലൊഴിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനെ ഞാൻ ഇപ്പൊ എടുത്തോണ്ടരാ. നീ എന്റെ മരുമോനല്ലടാ, നീ എനിക്ക് പെറുക്കാതെ പോയ എന്റെ മോനാടാ മുത്തേ. അച്ഛാ, അങ്ങനെ പറയല്ലേ അച്ഛാ. കരിക്കിലാണ് അപ്പൊ സാധനിരിക്കുന്നത്. ഡായിന്നാ 2 ഉള്ളേ. 2 ഞങ്ങൾ അത്രയും പേർക്കാ. ഒരൊറ്റ വീക്കൊന്നാലുണ്ടല്ലോ, ഇതെന്നെ കയ്യും കാലം പിടിച്ചിട്ടാ തന്നത്. അപ്പോഴാണ് അവന്റെ കാണാ പണക്കാരൻ സ്വഭാവ പിച്ചക്കാരന്റെ. ഡാ ഒന്ന് പോതാന്തേ. അഗ്നി, മതി ഫോൺ നോക്കിയിരുന്നത്. വാ, നമുക്ക് അവിടെ പോയിട്ടിരിക്കാം. ഇല്ലാട്ടാ, ഏട്ടൻ പൊക്കോ, എനിക്കൊരു മൂഡില്ല. എടാ, എന്റെ ഒരു നല്ല കാര്യമായിട്ട് നീ ഇങ്ങനെ പറയരുത്. വാ. താല്പര്യമില്ലാണ്ടാണ് ഏട്ടാ. ഓ, കുടിക്കാൻ നിർബന്ധിക്കുന്നില്ല, ഒന്ന് അവരുടെ ഇടയിൽ വന്നിരിക്കുക. ഗായ്സ്, ഈ 2 കുപ്പി മാത്രമേ കിട്ടുള്ളൂ. ഈ 2 കുപ്പിയോ? ഇതുകൊണ്ട് ഒന്നാവാൻ പോകുന്നില്ല. ആന്നേ, ഇതിലൊന്നും ഉണ്ടാവില്ല. എടാ, നീ നിന്റെ ചേട്ടന്മാരെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കഴിവേറുകൾ. അല്ല, നല്ല ചേട്ടന്മാരാ. അങ്ങനെയുള്ള നല്ല ചേട്ടന്മാരെ ഞങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ഒന്നും കൊണ്ടുവരാണ്ട് കൈവീശി വരില്ലല്ലോ. എന്ന് വെച്ചാ ഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രല്ല ഞാൻ ഇവന് മുങ്ങിയത്. ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങൾ കൂടി പൊക്കാനായിരുന്നു. എന്ത്? ടാ. എന്റെ മോൻ, ഇത് എന്തോരാണ്? ബാറില് മാത്രമേ ഞാൻ ഇത്രയും കുപ്പികൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഏട്ടാ. അവരൊക്കെ ചളാക്കാതെടാ, വാ പൊട്ടിക്കാം. വെയിറ്റ് ഏട്ടാ, അതിനു മുമ്പ് ഒരു പണിയുണ്ട് ഏട്ടാ. മുത്തശ്ശന്റെ വീരം കൂടി ഒരു ഐറ്റം ഉണ്ട്. ആ സാധനം അവിടെ കരിക്കിൽ ഒഴിച്ചു വെച്ചേക്കാം. ഞാൻ ആദ്യം കൂടി പോയിട്ട് അത് എടുത്തോണ്ട് വരാം. അതൊഴിച്ച് കഴിച്ചാലുണ്ടല്ലോ സ്വർഗല്ലേ. മനുഷ്യനെ കൊതിപ്പിക്കാൻ നോക്കുന്നു. പോയി എടുത്തോണ്ട് വേണം. അതൊക്കെ എടുത്തോണ്ട് വരാം. അതിന് നമുക്കൊരു പ്ലാൻ വേണം. ഇപ്പൊ എന്തായാലും അവർ ആ കരിക്ക് എടുക്കാൻ വരാം. അതിനു മുമ്പ് അവരുടെ ശ്രദ്ധ മാറ്റണം. അതെങ്ങനെ? ഫസ്റ്റ് പ്ലാൻ, ഞാൻ ആദ്യം കരിക്കെടുക്കാൻ പോകും. ഇതേ സമയം ആരോഷേട്ടനും ശ്രാവണും കൂടി ഞങ്ങൾക്ക് വേണ്ടി കാവല് നിൽക്കണം. അപ്പോ കൈലാസേട്ടൻ ഇവിടെ കുപ്പി നോക്കിയിരിക്കണം. അപ്പോ വാട്ട് അബൌട്ട് അഗ്നി? റിസ്ക് എടുക്കണ്ട, അഗ്നി ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, സെറ്റ്. വാ.
ഇന്നെന്തായാലും എല്ലാവരും കുടിക്കും, മാമന്മാരായാലും അനിയന്മാരായാലും ഏട്ടന്മാരായാലും. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ, മാമന്മാരുടെ കയ്യിൽ നിന്ന് നമ്മളത് മോഷ്ടിക്കരുത്. കാരണം ഏട്ടന്മാർ ഓൾറെഡി അത് മോഷ്ടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഏട്ടന്മാരുടെ റൂമിൽ പോയിട്ടാണ് നമ്മൾ മോഷ്ടിക്കേണ്ടത്. അയ്യോ എന്റെ ശാലു, അതൊക്കെ വേണോ? വേണ്ടടി. ഒന്ന് പോ കുഞ്ഞേച്ചി, ലൈഫായി കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? നമുക്ക് ആഘോഷിക്കണ്ടേ? അവർക്ക് മാത്രം ആഘോഷിച്ചാൽ മതിയോ? കുഞ്ഞോളെ, മദ്യമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല മോളെ. ഒന്ന് പോ കുഞ്ഞേച്ചി. എല്ലാ ദിവസവും നമ്മൾ മദ്യം കുടിക്കുന്നുണ്ടല്ലോ, വല്ലപ്പോഴല്ലേ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. എന്നാലും വേണ്ടട്ടോ, മുത്തശ്ശൻ എങ്ങനെ അറിഞ്ഞ എല്ലാത്തിനും കിട്ടും. ഓ, ഈ പേടിത്തുറിയെ കൊണ്ട് തോറ്റു. ഒരു പണി ചെയ്യാം, കുഞ്ഞോളും ഞാനും കൂടി അത് എടുക്കാൻ വേണ്ടി പോവാം. ഇതേ സമയം കുഞ്ഞിയും ഷാനും കൂടി ഞങ്ങൾക്ക് വേണ്ടി കാവലിക്കണം. ഓക്കെ? ഓക്കെ ചേച്ചി. അയ്യോ എനിക്ക് പേടിയാവണു. എന്റെ കുഞ്ഞു ചേച്ചി അല്ലേ, പ്ലീസ് പേടിക്കണ്ട, ഞാനില്ലേ. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. ശാലു ചേച്ചി മുമ്പേ നടന്നോ? പേടിണ്ടായിട്ടൊന്നല്ല കേട്ടോ, എനിക്ക് ശാലു ചേച്ചിനെ പിന്നെയും നിന്ന് രക്ഷിക്കാനാണ് ഇഷ്ടം. അയ്യോടാ, സോ സ്വീറ്റ്. കൈലാസേട്ടാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ആടാ ചെല്ല്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കൈലാസേട്ടനുണ്ട് അവിടെ. ഈ പൊട്ടനായിരുന്നു. ഇവന്റെ ശ്രദ്ധ ഞാൻ തിരിച്ചോളാം. നീ അതിന്റെ ഇടയിൽ അതിന്റെ ഉള്ളിൽ കയറിയെടുക്കണം കേട്ടോ. ശരി ചേച്ചി. അവരാണോ? ആരാണോ? വലോർക്ക അല്ലേ? എന്താ? சூடினாய் கோலமுத்தத்தில் களையத்தான் கூரைப்பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே എത്ര കോപ്പി എടുക്കണം? 1 2 3 4 4 എടുക്കാം. അത് മതി, അത് മതി. புதிய பொருள் நாம் தேடத்தான் நெஞ்சினிலே ஊஞ்சலே ஆனந்தம் என் கண்ணிலே എന്താ? എല്ലാവരും ഉറങ്ങിയോ എന്നറിയാൻ വന്നതാ. എന്നാ ഞാൻ കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പൊക്കിയാ? പൊക്കി. നമുക്ക് പോവാ. സെറ്റ്. ഓ, വല്ലാത്ത ദാഹം. പേടിച്ചിട്ടോ? അതല്ല ചേച്ചി, എനിക്ക് ദാഹിക്കണ്. ഞാൻ ഒന്ന് പോയി വെള്ളം കുടിച്ചിട്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്കേ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ അല്ലാണ്ട് നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇവന്മാര് കരിക്കടിച്ചു മാറ്റുന്നു. ഓ, അപ്പൊ കരിക്കഴിച്ച് കുടിക്കാനുള്ള പ്ലാൻ ആണല്ലേ? എന്നാ പിന്നെ ഞങ്ങളും കരിക്കൊഴിച്ച് കുടിക്കും. അല്ല, ഇതിപ്പോ എന്തിലാ കൊണ്ടുപോവാ? ഉള്ളിക്കൊട്ടയിലിട്ട് കൊണ്ടുപോവാ. Drunk and tipsy in the shop, Carl and curry on the house, vibing with the nut bomb, tripping on a kuttu paatu. In the shop, tripping in Buntup, vibing with the thing, chilling with the jungle. Drunk, I'm a nirukali drunk, now a nalkali drunk, I'm a nittukali, adichu poosu malayali, Rajini pola mask, if I'm drunk, baby dance, simple moves theriyadu, only nod and moonwalk, aa vaalu kondu njan pookalam ittu kavalayilla njan aalu kalichu nokki chiricha chechi maara thirinju nokki njanam viliju dance, like it don't catch a fun, and the snow say I feel like the energy bitter so vidichu kottu pattu kettu petachu Hennessy. Drunk in the shop, tripping in Buntup, vibing with the thing, chilling with the jungle. In the shop, Carl and curry on the house, vibing with the nut bomb, tripping on a kuttu paatu. അളിയ, എന്താ മോനെ? എനിക്കൊരു പാട്ട് പാടിത്ത അളിയ. എന്താ പിടിച്ചോ? സാഗരങ്ങളെ പടി പടി ഉണർത്തിയ സമഗീതമേ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ. ആരെ വാ വന്നളിയ. എന്തേ? ഓ അളിയ, പോളി അളിയ. ഇതൊക്കെയാണ് പാട്ട്. എന്താ അളിയോ കറിയുന്നേ? എടാ, നിന്റെ ഏട്ടത്തി ആ ശ്രീദേവി അല്ല ആ മൂദേവി എന്നെ കൊല്ലടടാ. അവൾ എനിക്കൊരു ബഹുമാനം തരുന്നില്ല അളിയാ. അളിയന് ഭാര്യമാരെ നിലയ്ക്ക് നിർത്താൻ അറിയാണ്ടാണ്. എന്നെപ്പോലെ നിലയ്ക്ക് നിർത്തിയൊക്കെ അവരൊന്നും ചെയ്യില്ല. നീ എങ്ങനെയാ നിലയ്ക്ക് നിർത്താറ്? ഞാൻ കാലുമ സാഷ്ടാംഗം വീണ് പ്രണമിക്കും. അപ്പൊ അവളെന്നെ വെറുതെ വിടും. ഓ, ഇനി ഞാൻ അങ്ങനെ ചെയ്യളിയാ.
തോണ്ടി ജയറാമ ഞാൻ എന്താ ചെയ്ത നീയൊക്കെ കൂടെയല്ലേടാ ആ സാവിത്രിനെ എന്റെ തലേ കയറ്റി വെച്ചത്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതല്ലേ. നായേ, നിന്റെ സഹോദരൻ അഥവാ രമേശ് വർമ്മ ഇവിടുത്തെ സീതനെ പ്രണയിച്ചപ്പോ നിനക്ക് ഞങ്ങളുടെ പെങ്ങളായ സാവിത്രിയിൽ നോട്ടം വന്നു. എന്നിട്ട് എന്റെ കയ്യും കാലും പിടിച്ചാളി ഒന്ന് കെട്ടിച്ചു താടാന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ പറയുന്നു ഞാൻ നിന്റെ തലയിൽ കെട്ടി വെച്ചെന്ന്. നായേ, ബോധമില്ലാത്ത സമയത്ത് ഞാൻ പലതും പറഞ്ഞു നിൽക്കുന്നു. നീ ആ താളത്തിന് എന്തിനു തുള്ളാന്ന് എന്നെ കെട്ടിച്ച് തരാണ്ടിരുന്നൂടായിരുന്നു. കല്ല് കുടിച്ച് ഇവിടെയുള്ള ഒരു തിണ്ടിക്കും ബോധമില്ല. എന്റെ സുമോ, നീ എവിടെ? മനുഷ്യ, നിങ്ങൾ കള്ളു കുടിച്ചോ? ഒരു വലിയ 2 കുപ്പി കുടിച്ചെന്നല്ലാണ്ട് വേറെ ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. എന്റെ ഈശ്വര, അങ്ങോട്ട് മാറി നിൽക്ക മനുഷ്യ. എന്റെ സുമോ അങ്ങനെ പറയല്ലേ. ഞാൻ നോക്കി എന്റെ സുമോൻ എന്തിട്ടാ വാങ്ങിച്ചെന്ന് അരഞ്ഞാണം കേറുന്നില്ലല്ലോ. ഇപ്പൊ തൽക്കാലം നീ ഇത് മാലയിട്ടിട്. അടുത്ത പ്രാവശ്യം ഞാൻ വലിയ അറിഞ്ഞാലും നോക്കി വാങ്ങിച്ചു തരാം എന്റെ സുമോന്. കരിക്കിന് ഇത്രയും ടേസ്റ്റാ. ജെന്നെങ്കിന്റെ കൊലയാണെങ്കിൽ ആടും. ഷാനു, നീ എന്റെ അടി ഇങ്ങനെ ഇരിക്കണേ? ഞാൻ കണക്ക് കൂട്ടായിരുന്നു. ഇപ്പൊ നോക്ക്, 2 പെഗ് പ്ലസ് 2 പെഗ് ഇസിക്കൽ ടു ഞാൻ ഹരിക്കണം പ്രശ്നങ്ങൾ ഇസിക്കൽ ടു സന്തോഷം. എന്റെ ബാലൻസ് 0. കോൺഫിഡൻസ് 100%. ലിമിറ്റ് അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത് അഡ്വാൻസ്ഡ് ലൈഫ് കാൽക്കുലേഷൻ ആണെന്ന്. എന്നാ ഞാനൊരു ഡാൻസ് കളിക്കാം. എന്റെ ചരിത്രം അവള് കണ്ടടാ. ഹിസ്റ്ററിയിൽ ഞാൻ വീക്കായിരുന്നു, പക്ഷെ ഇവൻ വീക്കല്ല. അല്ല, ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കടാ. എനിക്കറിയാം. Mesopotamian civilization is one of the oldest civilization in the world. The word Mesopotamia comes from Greek. That means land between 2 rivers. The rivers are the Tigris and the Euphrates, located in the present day Iraq and the parts of the Syria and the Turkey. അങ്ങനൊന്നും പോയിട്ടില്ല. എന്റെ ചരിത്രം അയ്യോ, എന്റെ ചരിത്രം പോയടാ. നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു. നിന്റെ ചേട്ടനില്ലേ അഗ്നി, അവനെന്ത് ജാടത്തെണ്ടിയാടാ. നിനക്കറിയോ, നിങ്ങൾ 2 ധ്രുവങ്ങളാണ്. അവൻ വെള്ളാണെങ്കിൽ നീ വെള്ളാണെങ്കിൽ അവൻ തീയ. അവൻ എന്താണ് ഇങ്ങനെ കമ്പനിയാവും ഇത്ര ബുദ്ധിമുട്ട്? നീ ഞങ്ങളായിട്ട് കമ്പനിയാവുന്നില്ലേ? അവൻ മാത്രം എന്താ അങ്ങനെ? ഇവനൊക്കെ നിരോധിക്കണം. ഏട്ടാ, ഞാൻ പോണ്. ഇവനല്ലവൻ. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ബ്രദറില്ലേടാ അഗ്നി, അവൻ എന്ത് തെണ്ടിയാടാ. എന്താണ് ബ്രോ എന്റെ മുഖത്ത് എന്റെ ചേട്ടനെ കുറിച്ച് കുറ്റം പറയണത്? നീ എന്താണ് ഇങ്ങനെ? നീ പോടാ, ഞാൻ പറയും. എന്താണ് നീ അങ്ങനെ പറയണ? ഞാൻ പറയൂടാ. നിന്റെ ഞാനുണ്ടല്ല. നിങ്ങളിവിടെ ഇരുന്ന് അടി ഉണ്ടാക്കും. ഞാൻ എന്നാ പോയി കിടക്കട്ടെ. ഇതെങ്ങോട്ടാ? ഞാനേ ഇങ്ങനെ പറന്നു പോവാൻ നോക്കാണ്. അതിന് നിനക്ക് പാസ്പോർട്ട് ഉണ്ടാടി? അതില്ല. എങ്കിൽ നമുക്ക് പറക്കാടി, വാ. ഇതാരത്? ഞാൻ കൊറേ നേരം കൊണ്ട് മുട്ടണു. തുറക്കാൻ എന്താ താമസം? അവിടെ മാരെ എനിക്ക് മുട്ടണു. ഇതല്ല ബാത്റൂം, ഇതാ അതാണ്. നിങ്ങൾ വണ്ടി ബാത്റൂമിക്ക് പോട്ടെ. ഓ, കഴിഞ്ഞ? നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ 2 കരിക്ക വെള്ളം കുടിച്ചു. അതിന്റെ സൂപ്പർ ഇതല്ലാന്നറിയോ? ഞാൻ കുറേ കുടിച്ചു. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ, നീ എന്ത് ക്യൂട്ടാ.
ഞാൻ നിന്നോടൊരു സീക്രട്ട് പറയട്ടെ. ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാത്ത എൻ്റെ ശരീരം ഉണ്ടല്ലോ, അതാകെ കണ്ടത് നീയല്ലേ. അത് ഞാനുണ്ടല്ലോ എൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചതാ. അത് നീ കണ്ട സ്ഥിതിക്ക് നിന്നെ മാത്രമേ ഞാൻ കിട്ടൂ. ആ പിന്നെ നിനക്കറിയാം, നീ ആ തീയുടെ പേര് ഇട്ടിട്ട് അവൻ തീ പോലെ തന്നെ ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കില്ല. എന്ത് പറഞ്ഞാലും ദേഷ്യം. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്, ഒരു എക്സ്പ്രഷനും അല്ലാണ്ട് ഒരു ജന്മം. പിന്നെ നിനക്കറിയോ, അവന്റെ ഡിക്ഷണറിയിൽ സോറി ഇല്ല. അതുകൊണ്ട് എന്നോട് ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന് ദേഷ്യമുണ്ട്. നോക്കിക്കോ, ഞാൻ എൻ്റെ ആദ്യക്കുട്ടിന് കൊട്ടേഷൻ കൊടുക്കും അവന്. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു അപ്പോ? എൻ്റെ ശരീരം കണ്ടത് നീ ആയതുകൊണ്ട് നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. കേട്ടോ ആദി? അഗ്നി, അഗ്നി, എന്റെ ചാർജർ ഉണ്ടോ? ഒന്ന് എടുത്തേരോടാ. എന്നാ പിന്നെ നിന്റെ അയ്യോ, എന്തൊരു സാധനമാണ്. ഞാൻ പോയി കുളിക്കട്ടെ. ചെക്ക നേരെ വെളുത്തടാ. കിടണ്ട വക്കത്ത് കിടക്കാണ്ട് പോയി റൂമിൽ കിടക്കടാ. അയ്യേ, എഴുന്നേറ്റേ. എഴുന്നേൽക്കാൻ. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? എന്റെ നേരം വെളുത്തു. താനെന്താ റൂമില്? ഇതെന്റെ റൂം, നിന്റെ റൂമല്ല. ഞാനെന്താ നിങ്ങളുടെ റൂമില്? അതൊന്നുമില്ല. നീ ഇറങ്ങാൻ നോക്കിയേ. ഞാൻ കുറച്ചും കൂടി കിടന്ന് ഉറങ്ങട്ടെ. അതൊന്നും വേണ്ട, ഇറങ്ങടി. ഇറങ്ങാനല്ലേ പറഞ്ഞത്? എന്ത് ദുഷ്ടനാണ് നിങ്ങള്. വിളിക്കുമ്പോ കിളിക്കുവാൻ പോകുന്ന സമയത്ത് വിളിക്കൽ നിന്നവളെ. അപ്പോ ശരി ബാസുരി. അനുരാഗ വിലോചിതനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കും. ഇവന്റെ നിശ്ചയം തന്നെയല്ലേ ഇന്നലെ നടന്നത്? അതോ ഞാനറിയിട്ട് കല്യാണം കഴിഞ്ഞ? ഇറങ്ങി പോടി. ഓ പോവാണ്, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട് വരാന്ന്? ഇറങ്ങി പോടി. ഇവരേണ്ടവരും അപ്പൊ ഞാനറിയാണ്ട് ഇവിടെ വേറെ പരിപാടികൾ നടക്കണുണ്ടോ? അതെ. എന്താ നിനക്കും പോണോ? പൊടി, ആരെങ്കിലും കൂടെ പൊടി, ഇറങ്ങി പോടി. എന്താ? ഭക്ഷണം കഴിക്കാൻ അടിയിലോട്ട് വരാൻ പറഞ്ഞു. പിന്നെന്താ, നടക്ക്, പോവാം. ഇവരെന്തൊക്കെ കാണിക്കണം?
ഉം. 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 ആഹാ. ആരത്? ഇവളാണോ? ഇവളല്ല. ഇവൻ ഇനി ഇവളാണ്. ഇവള് തന്നെ. എന്നാ പിന്നെ ഒരു കൈ നോക്കാം. ഛേ, ആരത്? ഞാൻ തന്നെ. ശ്ശേ, വൃത്തികെട്ടവനാ. കളാസ് കിട്ട. ഈ നാറിനെ ഞാൻ നിന്നെ ഞാൻ ശരിയാക്കി തരാട പന്നി. അമ്മച്ചേ, എന്താടാ എന്താ? ഉറുമ്പ് അടിച്ചതാ. എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് ഹാളിലോട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ശരി അച്ഛാ. അച്ഛാ, എന്താ പറയാനുള്ളേ? ഇപ്രാവശ്യത്തെ ഉത്സവം നമ്മള് തമ്പ്യാർ മടക്കാരാണ് നടത്താൻ പോകുന്നത്. നമ്മളോ? അല്ല അച്ഛാ, അപ്പൊ മേൽപ്പടിക്കാര്? അവരിപ്രാവശ്യം ഉത്സവം നടത്തുന്നില്ല എന്നാ പറഞ്ഞത്. അവര് വേണ്ടെന്ന് വെച്ചാ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റോ? നമ്മുടേത് കൂടിയല്ലേ അമ്പലം. അച്ഛാ, അപ്പൊ തെയ്യം ആടിയില്ലെങ്കിലോ? വീരകാലം തെയ്യത്തിന് അങ്ങനെ ഇപ്രാവശ്യം ആടാണ്ടിരിക്കാൻ പറ്റുമോ? എന്താടാ നീ എഴുന്നേറ്റ് പോയത്? അയ്യോ, അച്ഛൻ വേറൊന്നും ചിന്തിക്കേണ്ട അച്ഛാ. അവന് ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല. താല്പര്യം ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്തായാലും ഉത്സവത്തിന് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടിയിരിക്കണം. കല്യാണം കഴിഞ്ഞുടൻ തന്നെ ഈ ഉത്സവം നടക്കുന്നതാണ്. ഞങ്ങൾ ഉണ്ടാവും അച്ഛാ. അതെ, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എന്താണ് ഉണ്ടാവുന്ന ആർക്കറിയാം. അതേ ശ്രീദേവി, എത്ര പറഞ്ഞാലും കേൾക്കില്ല, എത്ര കൊട്ടാലും പഠിക്കില്ല. തിരുമേനി, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് പ്രവചനാതീതമായതാണ് കൃഷ്ണ. ഇതിൽ കൈകടത്തുമ്പോൾ നമ്മൾ ഇരുവരും ഭയക്കണം. അത്രമേൽ ശക്തിയോടുള്ള തിരിച്ചുവരവാകുമ്പോൾ നമുക്ക് അവരെ എതിർക്കാൻ പറ്റിയെന്ന് വരില്ല. ക്രോധത്തെ 130% മാത്രമേ നമുക്ക് കുറയ്ക്കാൻ സാധിക്കൂ. ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. ക്രോധത്തിനും പ്രതികാരത്തിനും കാലങ്ങളേറെ പഴക്കമുണ്ടെങ്കിൽ അതിൽ കൈകൊടുത്തുന്നത് മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? പറയാം. താൻ തമ്പ്യാർ മഠത്തിലെ ജനാർദ്ദനോട് വരാൻ പറയൂ. ശരി തിരുമേനി. ജഗ, വണ്ടി എടുക്ക്. ആച്ചാ. അയ്യോ, പറഞ്ഞും പിടിച്ചു വന്നപ്പോ ദേ ഇനി ഒരാഴ്ച ഉള്ള കല്യാണത്തിന് വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ പോയ പിള്ളേര്. എന്റെ അമ്മേ, അവരൊക്കെ തുണിക്കടയിൽ പോയിട്ടുണ്ട്. നമുക്കുള്ളത് പിന്നെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ ചെയ്യുന്നത്. സമാധാനായി. ഇല്ലെങ്കിൽ പിന്നെ 100 സ്ഥലത്തേക്ക് ഓട്ടായിരിക്കും. ഡ്രസ്സിന് ഷേപ്പില്ല, ഡ്രസ്സിന് കൈയില്ല, ഡ്രസ്സിന് കാലില്ല. ഓഫ്. ആദ്യക്കുട്ട, നീ ഇവിടെ നിന്നാ മതി കേട്ടോ. അതെന്താ? ഞാനും വരും നിങ്ങളുടെ കൂടെ. അയ്യോ, ഇങ്ങോട്ട് വരാൻ പാടില്ല ആൺകുട്ടികള്. അതെന്താ, ആൺകുട്ടികൾക്ക് കൊമ്പുണ്ടോ? ചക്ക, അവര് വരണ്ടാന്ന് പറയുമ്പോ പോയിട്ടിരുന്നൂടെ? ഇങ്ങോട്ട് വാ നീ. കൊണ്ട് വലിയ ശരിയാണല്ലോ. ഈ കുരുപ്പിനെ ആരെങ്ങനെ ആക്കി എടുത്തത്? അതാ അങ്ങോട്ട് നോക്കൂ, അതാണ് ഇവന്റെ ഗുരു. ചെക്കൻ ഇങ്ങനെ ഇതിലും കുറ്റം പറയാൻ പറ്റില്ല. ഇതിലിപ്പോ ഏത് സാരി എടുക്കാം? ഈ ആദ്യേട്ടൻ എന്താ നോക്കാത്തെ? അഗ്നിയേട്ടനാണല്ലോ നോക്കുന്നത്. ഈ കളർ എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷെ ഞാൻ പറയും ഈ കളർ നിനക്ക് ചേരാന്ന്. അതിന് തന്നോട് ഞാൻ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും എനിക്ക് ഈ കളർ ഇഷ്ടം, വേണമെങ്കിൽ ഇതെടുത്തോ. എടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇതിട്ടിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പൊക്കെ നന്നായിട്ട് കാണാൻ പെണ്ണേ. ഈ കളറ് നല്ലതാ.
അതെ അതെ, നീ എങ്ങോട്ടാ? ഡ്രസ് എടുക്കാൻ. എടി അതാ ആണുങ്ങളുടെ ഭാഗ, നീ അങ്ങോട്ട് പോ. അതെനിക്കറിയാടോ, ഞാൻ അതന്നെ എടുക്കാനാ പോകുന്നത്. എടി പെണ്ണുങ്ങൾക്ക് ഈ സാരക്കല്ലേ കല്യാണത്തിന് ഭംഗി, അതിന് വാങ്ങിച്ചൂടെ? എനിക്ക് സൗകര്യമില്ല. എന്തേ? എനിക്ക് നീ പെണ്ണാണെന്ന് പണ്ടേ സംശയമുണ്ട്. സത്യം പറയും, നീ പെണ്ണിനെയാണോ? അല്ല, ഞാൻ കാലനാ നിന്റെ. എന്തോ ആടാ, ഞാൻ വരണേ. എന്റെ പൊന്ന ശാലു, എന്തിനാ നീ ചേട്ടനോട് തല്ലുണ്ടാക്കുന്നേ? ചുമ്മാ. ഏട്ടാ ഏട്ടാ, അരുഷേട്ടോ. എന്തണ്ടാ, നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ പോലെ ഞങ്ങക്ക് ചെലവ് താ. എടാ അതല്ലടാ, ഞാൻ നിനക്കൊക്കെ ഈ ഡ്രസ് എടുത്ത് തരണേ. ഏയ്, അത് കല്യാണത്തിന്റെ ചെലവ്, ഇത് ബാച്ചിലർ പാർട്ടി ചെലവ്. ഈ നാരികള്. ഓ തരാ. തിരുമേനി, പ്രശ്നം ഗുരുതരാണ്. ഈ ജാതകത്തില് വലിയൊരു ദോഷം കാണുന്നുണ്ട്. അഗ്നി, ആ ജനനത്തിന് തന്നെ. തിരുമേനി, ഈ ദോഷം മാറ്റാൻ എന്തെങ്കിലും പ്രതിവിധി? ഞാൻ ഇത്രയും നോക്കിയിട്ട് ഒരു കാര്യം മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഈ ജാതകക്കാരന്റെ പേര് നടത്തണം. എപ്പോ നടത്തണം തിരുമേനി? നാളെ കഴിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നന്ന്. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് ജീവനെ തന്നെ അപകടപ്പെടുത്തും. പിന്നൊരു കാര്യം കൂടെ, ഈ നാളുകാരന്റെ ഒപ്പം ഒരൊറ്റ നാളെ മാത്രമേ ചേരൂ. ആ നാളുള്ള പെൺകുട്ടിയെ കൊണ്ട് തന്നെ വിവാഹം നടത്തുകയും വേണം. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവനുണ്ടായി അവന്റെ പതി അവന്റെ ജീവനും കൊണ്ട് മടങ്ങും. പിന്നെ പോകുമ്പോൾ ഒരു ജീവൻ മാത്രമല്ല അത് കൊണ്ടുപോകാം, 2 ജീവനായിരിക്കും. ഈ സഹോദരന്റെ ഒപ്പം അതേ ദിവസം അതേ നാളിൽ 5 മിനിറ്റ് വ്യത്യാസത്തിൽ ജയിച്ചു വന്ന അവന്റെ സഹോദരൻ അവന്റെ ഇരട്ട സഹോദരനെയും കൊണ്ടുപോകും. എന്താ പ്രശ്നേട്ടാ? എന്താ എല്ലാവരോടും വരാൻ പറഞ്ഞത്? അഗ്നിയുടെ ജാതകത്തിന് ഒരു വലിയ ദോഷം കിടപ്പുണ്ട്. ഈശ്വര, എന്ത് ദോഷാച്ചാ? മരിക്കാൻ വരെ സാധ്യതയുള്ളൊരു ദോഷാണ്. അത് മാറാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ അഗ്നിയെ വിവാഹം ചെയ്യിപ്പിക്കണം. വാട്ട്? മുത്തശ്ശ, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ദോഷം ഉണ്ടാവുന്ന അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ നടക്കും. സോറി, ഐ കാണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നീ മോനെ, നീ വിശ്വസിച്ചാലില്ലെങ്കിലും അമ്മയ്ക്ക് ഈ കാര്യത്തിനോട് വലിയ വിശ്വാസമാണ്. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നതാണെങ്കിലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നീ മുത്തശ്ശൻ പറഞ്ഞ പോലെ ചെയ്യണം. അതെ അഗ്നി, നീ ഇതിലൊക്കെ എന്തോരം വിശ്വസിക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിയില്ല. പക്ഷെ ഇത് നീ വിശ്വസിക്കണം. അത്രയും ശക്തിയുള്ള തിരുമേനിമാരാണ് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല. അഗ്നി, നീ ഇത് തിരസിച്ചാൽ നിനക്ക് മാത്രമല്ല നിന്റെ ഇരട്ട സഹോദരനെ ഇത് ബാധിക്കും. വാട്ട് യു മീൻ? അഗ്നി, നിന്റെ കൂടെയാണ് ആദ്യം ജനിച്ചത്. നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും ആദ്യക്ക് അത് സംഭവിക്കും. ഐ ഡോണ്ട് ബിലീവ് ദിസ് ഡാം ഷിറ്റ്. പേരണ നോവണ കാനന നാദമിതേ കരിയേറ